നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നത് വൃശ്ചിക മാസത്തിലേക്കുള്ള സൂര്യൻ്റെ വരവും ചാരവശാൽ ആ വരവ് എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ തുലാം രാശിയിലായിരുന്നു. തുലാമാസത്തിൽ സൂര്യൻ നീചസ്ഥനാണ്. തുലാം 10 സൂര്യന് അതിനീചവുമായിരുന്നു. പ്രായണ ഒരു ഗ്രഹം തൻ്റെ നീചക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ആ ഭാവത്തിന് ഒരു തരത്തിലുള്ള ക്ഷേമം, ശ്രേയസ് ഒന്നും പ്രദാനം ചെയ്യാൻ ആ ഗ്രഹത്തിന് കഴിയില്ല. കാരണം ഗ്രഹത്തിന് ബലമില്ല. നീചഗ്രഹേ അധപ്പതനം സവൃത്തേഹി ദൈന്യം ദുരാചാരം ഋണാപ്തിമാഹുഹു നീചാശ്രയം കീകട ദേശവാസം ഭൃത്യത്വം അധ്വാനം അനർത്ഥകാര്യം. ഒരു ഗ്രഹം നീചരാശിയിൽ നിൽക്കുമ്പോൾ അധപ്പതനം, തനിക്ക് പതനമുണ്ടാകുന്നു. സ്വവൃത്തേഹി, തൻ്റെ പ്രവൃത്തി കാരണം തന്നെ തനിക്ക് പതനമുണ്ടാകും എന്നാണ് പറയുന്നത്. ദൈന്യം, ദീനത, തൻ്റെ ദുഃഖം മറ്റുള്ളവരോട് പറയാൻ പറ്റില്ല. ദുരാചാരം, അനാവശ്യമായ ആചാരങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടും ആ വ്യക്തി. ഋണാപ്തിമാഹുഹു, അദ്ദേഹം സാമ്പത്തികമായി കടപ്പെട്ടു പോകും, കടത്തിൽ മുങ്ങിപ്പോകും. നീചാശ്രയം, പലപ്പോഴും തനിക്ക് പറ്റാത്ത ആളുകളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകും. കീകടദേശവാസം, പലപ്പോഴും ഒരു തരത്തിലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ താമസിക്കേണ്ടുന്ന അവസ്ഥ വരും. ഭൃത്യത്വം, പലപ്പോഴും ഒരു വേലക്കാരനെ പോലെ തനിക്ക് ജീവിക്കേണ്ടി വരും. അനർത്ഥകാര്യം, അർത്ഥമില്ലാത്ത കാര്യങ്ങളിൽ ചെന്നുപെടും. അനർത്ഥങ്ങളിൽ പെടും എന്ന് നാം പലപ്പോഴും പറയാറുണ്ട്. പല അനർത്ഥങ്ങളിൽ, അത് ധനപരമായ വിഷയത്തിലുള്ള ക്ലേശങ്ങളാകാം, അല്ലെങ്കിൽ നാശങ്ങളുമാകാം. അധ്വാനം, അനാവശ്യമായ അധ്വാനങ്ങൾ ഉണ്ടാവുക, തനിക്ക് ഗുണമില്ലാത്ത രീതിയിലൊക്കെ അധ്വാനത്തിലൊക്കെ പോയി ഇടപെട്ട് താൻ ആകെ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ സംജാതമാകും ഒരു ഗ്രഹം നീച രാശിയിൽ പ്രവേശിക്കുമ്പോൾ. ആ നീചരാശിയിലായിരുന്നു കഴിഞ്ഞ മാസം പൂർണ്ണമായും സൂര്യൻ. അപ്രകാരം ചൊവ്വയും നീചരാശിയിലായിരുന്നു. ശുക്രൻ നീചരാശി കഴിഞ്ഞു. ഗ്രഹങ്ങളൊക്കെ ബലത്തോടുകൂടി വരികയാണ്. ഇവിടെ സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അത് സൂര്യൻ്റെ സുഹൃക്ഷേത്രമാണെന്നൊരു വലിയ പ്രത്യേകതയുണ്ട്. സൂര്യൻ്റെ സുഹൃത്താകുന്നു ചൊവ്വ. ശത്രു മന്ദസിത സമ ശശിസുതോ മിത്രാണി ശേഷാ രവേഹെ. അല്ലേ, ശത്രു മന്ദസിതോ, തൻ്റെ സ്വന്തം പുത്രനെ ശനിയും പിന്നീട് ശുക്രനും അങ്ങേയറ്റം ശത്രുക്കളാണ്. സമ ശശിസുത, ബുധനാണെങ്കിൽ സമനാകുന്നു. മിത്രാണി ശേഷാ രവേഹെ, ബാക്കി എല്ലാ ഗ്രഹങ്ങളും ആരൊക്കെയാണ്? ചന്ദ്രൻ, ചൊവ്വ, വ്യാഴം, ഇതൊക്കെ സൂര്യൻ്റെ സുഹൃത്തുക്കളാണ്. അതിനാൽ സൂര്യൻ സുഹൃക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന വലിയൊരു ആശ്വാസമുണ്ട്. നീചസ്ഥിതി കഴിഞ്ഞ ഗ്രഹം തൻ്റെ സുഹൃക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വൃശ്ചികം 1 ധാരാളം പ്രത്യേകതകളുണ്ട്. വൃശ്ചികം 1 ശബരിമലയിൽ വലിയൊരു തീർത്ഥാടനത്തിൻ്റെ വിളംബരം നൽകുന്ന ദിനമാണ്. അതിനാൽ ജനങ്ങൾ വ്രതാനുഷ്ഠാനത്തോടുകൂടെ അയ്യപ്പനെ സേവിച്ച് ശബരിമലയിലേക്ക് പോകുന്ന ഒരു മാസമാണ് വൃശ്ചിക മാസം. വൃശ്ചിക മാസത്തിലുള്ള മറ്റ് പ്രത്യേകതകൾ സവിസ്തരം, വൃശ്ചിക മാസ വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നതാണ്. ഇനി എപ്പോഴാണ് സൂര്യൻ വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. 1201 തുലാമാസം 30-ാം തീയതി, അതായത് 2025 നവംബർ മാസം 16-ാം തീയതി ഉച്ചയ്ക്ക് 1:30 വൃശ്ചിക രവി സംക്രമം, വൃശ്ചിയിലേക്ക് രവി സംക്രമിക്കുന്നത്. സംക്രമദിനം നമ്മുടെ നാട്ടിലൊക്കെ ധർമ്മദൈവ സങ്കേതങ്ങളൊക്കെ നാം എല്ലാ വഴിപാടുകളും ചെയ്ത് തൻ്റെ ധർമ്മദൈവങ്ങളെ അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെടുന്ന ദേവതകളെ ഒക്കെ തന്നെ സന്തോഷിപ്പിക്കുന്ന ദിനമാണ്. അതിനാൽ തുലാമാസം 30-ാം തീയതിയും വൃശ്ചികം 1-ാം തീയതിയും ധർമ്മദൈവ സങ്കേതങ്ങളിൽ സന്ദർശിക്കുക. അവിടെ തങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്ത് ഈ മാസത്തെ ധന്യമാക്കാൻ ശ്രമിക്കുക. ഹോരാചാര്യർ വരാഹമിഹിര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ സൂര്യൻ്റെ വൃശ്ചിക രാശിയിലെ ഫലം ഇപ്രകാരമാണ്. ക്രൂര സാഹസികോ വിഷാർജിതധനഃ ശസ്ത്രാന്തക അളിസ്ഥിതേ. അളി വൃശ്ചികത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യൻ. ക്രൂരഹ, അദ്ദേഹം ക്രൂര സ്വഭാവം പ്രകടിപ്പിക്കും, വിഷമ സ്വഭാവം പ്രകടിപ്പിക്കും. സ്വതവേ സൂര്യനും ചൊവ്വയും കൂടി ഒന്നിച്ച് വന്നാൽ അഘരതം, പാപ രതിയിൽ വാസനയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ചൊവ്വാക്ഷേത്രത്തിൽ പ്രവേശിക്കുന്ന സൂര്യൻ ആ ക്രൗര്യത പ്രകടിപ്പിക്കും. സാഹസിക, യത്കാര്യന്ത്യ അസമീക്ഷ കരോതി സഹ സാഹസിക. അങ്ങേറ്റം ചിന്തിക്കാതെ എടുത്തു ചാടി ഓരോ മേഖലകളിലേക്ക് പോകും. ആർക്കും തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. തനിക്ക് തൻ്റേതായ തീരുമാനങ്ങൾ അത് വേണ്ടത്ര ആലോചിക്കാതെ എടുത്തു ചാടുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സാഹസിക, യത്കാര്യം യഹ,
അസമീക്ഷ കരോതി സഹ സാഹസിക. ആരാണോ സമീക്ഷയില്ലാതെ ദീർഘദർശനമില്ലാതെ പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ് സാഹസികനെന്ന് പറയുന്നത്. വിഷാർജിതനഹ, തനിക്ക് വിഷത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വൃശ്ചികരാശിയിൽ പ്രവേശിക്കുന്ന സൂര്യന് ധനം ലഭിക്കുക വിഷവുമായി ബന്ധപ്പെടുന്നു. അത് കെമിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകളാകാം, അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കലുമായി ബന്ധപ്പെടുന്ന മേഖലകൾ. ഇതൊക്കെ എന്താണ്? വിഷമാകുന്നു. ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് വിഷവുമായി ബന്ധപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ കെമിക്കലാകാം. അപ്രകാരം തന്നെ കെമിക്കൽ ഉണ്ടാകുന്ന മേഖലകളിൽ ഇൻഡസ്ട്രീസ്, ഈ മേഖലകളിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, ഗ്യാസ്, ഇതൊക്കെ കെമിക്കൽ വസ്തുക്കളാണ്, ശരീരത്തിന് വിഷത്തെ പ്രദാനം ചെയ്യുന്ന വസ്തുക്കളാണ്. ഈ മേഖലകളിലൊക്കെ തന്നെ ധനമുണ്ടാക്കും എന്നൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ശസ്ത്രാന്തക, ശസ്ത്രം കൊണ്ട് അന്ത്യമുണ്ടാവുക, പലപ്പോഴും സർജറി, ഓപ്പറേഷൻ പ്രശ്നങ്ങൾ വരുന്ന സമയവുമായിരിക്കും ഈ ഒരു മാസക്കാലം വൃശ്ചികൻ രാശിക്കാർ. വൃശ്ചിക രാശിയുടെ എംബ്ലം തന്നെ എന്താണ്? തേളാണ്. വൃശ്ചികക്കാർ ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. തങ്ങൾ പലപ്പോഴും തൻ്റെ കുടുംബത്തിനെ നോക്കി എല്ലാം ശ്രദ്ധിച്ച് അവസാനം എന്തിനെ പോലെ ആയിപ്പോവും? താനൊരു തേളിനെ പോലെ ആകുവാനുള്ള സാധ്യത ഉണ്ട്. ശ്രദ്ധിക്കണം. ഓരോ നീക്കങ്ങളും കരുതലോടുകൂടി നീങ്ങുക. പലപ്പോഴും അവസാനം വൃദ്ധാവസ്ഥയിൽ ഒറ്റപ്പെട്ടു പോവുക, എല്ലാവരും പരിത്യജിക്കുക. ഇതൊക്കെ വൃശ്ചികൻ രാശിക്കാർ നേരിട്ട് ധാരാളം അനുഭവങ്ങൾ കാണാറുണ്ട്. എപ്പോഴും തൻ്റെ കാര്യം നോക്കുക. സ്വാർത്ഥരായിരിക്കാം വൃശ്ചികൻ രാശിക്കാർ, പക്ഷേ ആ സ്വാർത്ഥത സ്വന്തം കാര്യത്തിൽ വൃശ്ചികൻ രാശിക്കാർക്ക് വേണം, അല്ലെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആദിത്യൻ്റെ ഈ പുതിയ മാറ്റത്തിലേക്ക് സ്വാഗതം. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. കർക്കിടകം രാശിക്കാർക്ക് ആദ്യത്തിൻ്റെ ഭാവാധിപത്യം 2ാം ഭാവത്തിൻ്റെതാണ്. കർക്കിടക രാശിയുടെ 2ാം ഭാവം ചിങ്ങൻ രാശി. ആ ചിങ്ങൻ രാശിയുടെ അധിപനാണ് സൂര്യൻ. ആ സൂര്യൻ എവിടെ നിൽക്കുന്നു? 5ാം ഭാവത്തിൽ നിൽക്കുന്നു. ആരുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു? തൻ്റെ സുഹൃത്തായ ചൊവ്വയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. 5ാം ഭാവം നല്ല ഭാവമാണോ പാപഗ്രഹങ്ങൾക്ക്? സൂര്യൻ പാപഗ്രഹമാണ്. ഏതൊക്കെയാണ് പാപഗ്രഹങ്ങൾ? സൂര്യൻ, ചൊവ്വ, ശനി, രാഹു, കേതു, ആഗ്നേയാൻ, പഞ്ചവിദ്ധിത്വം. 5 ഗ്രഹങ്ങളാണ് അഗ്നിഗ്രഹങ്ങൾ, പാപഗ്രഹങ്ങൾ. അത് 5ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. ശുഭഗ്രഹങ്ങൾക്ക് നല്ലതാണ് 4, 5, 7, 9 ഭാവങ്ങളൊക്കെ തന്നെ. പക്ഷേ പാപഗ്രഹങ്ങൾക്ക് 4ാം ഭാവം, 5ാം ഭാവം, 7ാം ഭാവം, അഷ്ടമം, 9 ഇതൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടുകളെ, പ്രതിസന്ധികളെ സൃഷ്ടിക്കുന്ന ഭാവമാണ്. അതിനാൽ 5ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ ആ ഭാവത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്തൊക്കെയാണ് 5ാം ഭാവം? പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകശക്തി, പുരാതനം, പുണ്യം, മന്ത്ര, അമാത്യ, തനൂജാഹ, പഞ്ചമത, സൗമനസ്യമവി, ചിന്ത്യം. തൻ്റെ ബുദ്ധി, പ്രതിഭ, ബുദ്ധിയുടെ പൂർണ്ണതയാണ്. തൻ്റെ വിവേകശക്തി, നല്ലതും തിന്മയും തിരിച്ചറിയുവാനുള്ള കഴിവ്, പൂർവികമായ പുണ്യങ്ങൾ, തൻ്റെ മന്ത്രം, തൻ്റെ മന്ത്രിജോലി, തൻ്റെ സന്താനങ്ങൾ, പൂർവികമായി ഉണ്ടാക്കിയ പുണ്യങ്ങൾ, ഇതൊക്കെയാണ് 5ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത്. ഇവിടെ പാപഗ്രഹമായ സൂര്യൻ 5ൽ വരുമ്പോൾ ആ ഭാവത്തിനെല്ലാം തന്നെ ഒരു നാശോന്മുഖമായ അവസ്ഥയൊരു മാസം ഉണ്ടാകും. 5ാം ഭാവത്തിൽ സൂര്യൻ വരുമ്പോൾ സന്താന വിഷയത്തിന് അങ്ങേയറ്റം ബുദ്ധിമുട്ടുണ്ടാകും. പഠന വിഷയത്തിൽ പലപ്പോഴും സൂക്ഷ്മമായ ബുദ്ധി ആവശ്യമുള്ള ഗവേഷകർക്ക്, വിദ്യാർത്ഥികൾക്ക്, കൺസൾട്ടൻസിന് തൻ്റെ ക്ലയൻറ്റിനെ നയിക്കുവാൻ വളരെയധികം ശക്തി പ്രദാനം ചെയ്യും. പക്ഷേ 5ാം ഭാവത്തിൽ പാപഗ്രഹം വരുമ്പോൾ ഒരു മൂഢത ബുദ്ധിക്ക് ബാധിക്കാതിരിക്കുക. അത് പ്രത്യേകിച്ച് ശനി വരുമ്പോഴാണ് ഉണ്ടാവുക. ശനി, രാഹു, കേതു 5ാം ഭാവത്തിൽ വരുമ്പോൾ ബുദ്ധിക്ക് മൗഢ്യത വരും. മറിച്ച് സൂര്യനും ചൊവ്വയും വരുമ്പോൾ എപ്പോഴും മറ്റുള്ളവരെ എപ്രകാരം തകർക്കാം, ഈ ഒരു ചിന്തയാണ് ഉണ്ടാവുക. നശീകരണ ബുദ്ധി. അതിനാൽ തീവ്രവാദികൾക്കൊക്കെ ഈ സമയത്ത് വലിയ വലിയ പദ്ധതികൾക്ക് പ്ലാൻ ചെയ്യാം. എങ്ങനെ ചെയ്യാം, ഒരാളെ നശിപ്പിക്കാമെന്നുള്ള ചിന്ത കൈവരിക. അതിനുമപ്പുറം പലപ്പോഴും സർക്കാരുകൾക്ക്, കേന്ദ്ര സർക്കാരുകൾക്ക് എങ്ങനെ ടെററിസ്റ്റുകളെ ഒതുക്കാമെന്ന ചിന്ത വരുന്ന സമയമാണ്. 2 രീതിയിലാകാം. മറ്റുള്ളവരെ നശിപ്പിക്കാൻ എപ്രകാരം, അല്ലെങ്കിൽ ഈ നാശോന്മുഖമായ അവസ്ഥ ഉണ്ടാക്കുന്നവരെ എങ്ങനെ സർക്കാർ തലത്തിൽ ഇൻ്റലിജൻസ് ബ്യൂറോ സൂക്ഷ്മമായി ചാരപ്രവർത്തനത്തിലൂടെ അവരുടെ കോട്ടകളെ തകർക്കുന്ന രീതിയിലുള്ള ബുദ്ധികളും പ്രദാനം ചെയ്യും ഈ 5ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ. പാപേ പഞ്ചമകേസ്യ മൗഢ്യാദിന
രുഗ്മൃതിർവ അപത്യസ്യ, 5 പാപഗ്രഹം വരുമ്പോൾ മൗഢ്യമുണ്ടാവുക. രുഗ് മൃതിർവ അപത്യസ്യ, തൻ്റെ സന്താനത്തിന് രോഗം അല്ലെങ്കിൽ മരണ തുല്യമായ അവസ്ഥകൾ ഉണ്ടാവുക. പുരാണ പുണ്യ വിലയം, പൂർവികമായ പുണ്യങ്ങൾ നശിച്ചു പോവുക. വേദ്യം മനക്കുണ്ഠത, മനസ്സിന് പലപ്പോഴും എന്ത് ചെയ്യുക, ഒരു മൗഢ്യത്തിൻ്റെ അവസ്ഥ വരിക. മനസ്സിന് അസ്വസ്ഥത, മനസ്സിന് രോഗമുണ്ടാവുക, മനോരോഗമുണ്ടാവുക. ഞാൻ പറഞ്ഞു സൂര്യനും ചൊവ്വയും പശ്ചാത്തപിക്കില്ല, മറിച്ച് ശനിയും രാഹുവൊക്കെ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ അവർ തകർന്നു പോകും. ക്രോധ അമാത്യ രുഗാധികം, അമാത്യൻ്റെ ക്രോധമുണ്ടാവുക, മന്ത്രിയുടെ കോപമുണ്ടാവുക, അല്ലെങ്കിൽ രാജാവിൻ്റെ കോപമുണ്ടാകും താൻ മന്ത്രിയാകുമ്പോൾ. അല്ലെങ്കിൽ താൻ മന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ തൻ്റെ ഉയർന്ന ഓഫീസർക്ക്, അതോറിറ്റിക്ക് തന്നോട് അപ്രിയമുണ്ടാവുക. രുഗാധികം, തനിക്ക് രോഗമുണ്ടാകും. 5-ാം ഭാവം എന്താണ്? കാലാങ്കാനി വരാങ്ക മാനം ഒരുഹാഹൃത്ത് ക്രോഡം, വയറാണ്. 5-ൽ സൂര്യൻ വരുമ്പോൾ പലപ്പോഴും രോഗമല്ല മരണം പോലും പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അപ്പൻഡിക്സ് ശ്രദ്ധിക്കണം, സർജറി വളരെയധികം ശ്രദ്ധിക്കണം. ഗ്യാസ് അസിഡിറ്റിയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ വരും. 5-ൽ പാപഗ്രഹങ്ങൾ പ്രത്യേകിച്ച് സൂര്യൻ വരുമ്പോൾ പലപ്പോഴും അൾസർ വന്ന് ബുദ്ധിമുട്ടും. അൾസറിൻ്റെ പുതിയ രോഗഭാവമാണിപ്പോൾ ക്യാൻസറൊക്കെ. വളരെയധികം വയറിന് ശ്രദ്ധിക്കണം വൃശ്ചികൻ രാശിക്കാർ. അത് ഗുഹ്യമാണ്, കാണാത്ത ഭാവമാണ്. അതാണ് വൃശ്ചികത്തിൻ്റെ കീടമാണ്, നാം കാണില്ല. ഇപ്രകാരമുള്ള ബുദ്ധിമുട്ടുകളാണ് 5-ൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ഉണ്ടാവുക. ഇവിടെ വരാഹമിഹിരാചാര്യൻ 5-ൽ സൂര്യൻ വരുമ്പോൾ പറഞ്ഞ ഫലം എന്താണ്? അസുതോ ധനവർജിത സ്ത്രീഗുണേ, അസുത സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരിക. ധനവർജിത, ധനം കൈവിട്ടു പോകും. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് സൂര്യൻ 2-ാം ഭാവാധിപനാണ്, അവരുടെ ധനാധിപനാണ്. അതിനാൽ ധനപരമായ വലിയ നഷ്ടങ്ങൾ വരും എന്നർത്ഥം. ചമത്കാരി എന്താവണയിൽ പറഞ്ഞിരിക്കുന്നത് സുഖസ്ഥാനകെ പൂർവ്വജാപത്യതാപി, തൻ്റെ ആദ്യ സന്താനം കൊണ്ട് തനിക്ക് ദുഃഖമുണ്ടാകും. കുശാഗ്രിയ ബുദ്ധി രവോ മന്ത്രവിദ്യ, മാന്ത്രിക വിദ്യ പഠിക്കുന്നവർക്ക് നല്ലതാണ്. കുശാഗ്രത്തിൻ്റെ ബുദ്ധി വരുമെന്നാണ്. അങ്ങേറ്റം സൂക്ഷ്മമായ ബുദ്ധി, പഠനം വലിയ രീതിയിൽ അത് വ്യാപിപ്പിക്കുവാനൊക്കെ നന്നാവും. രഥോസ് വഞ്ചനയെ സഞ്ചയവി പ്രമാദി, മറ്റുള്ളവരെ ചതിച്ചിട്ടും തനിക്ക് ധാരാളം കാശുണ്ടാക്കാനുള്ള അവസരം വരും. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ആ രീതിയിലുള്ള പദവിയിലിരിക്കുന്നവർക്കൊക്കെ തന്നെ കാശുണ്ടാക്കാൻ ഏറ്റവും നല്ല ഇങ്ങനെയുള്ള വൃശ്ചിക മാസത്തിലാണ് അവർ കക്കുക, മോഷ്ടിക്കുക. വൃശ്ചികത്തിലാണ് ശബരിമലയിലേക്ക് ഏറ്റവും ഭക്തരൊക്കെ വരുന്ന് അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്ന സമയം. അതിനാൽ മോഷ്ടിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് ഏറ്റവും നല്ല സമയമാണ് കള്ളന്മാർക്ക് വൃശ്ചിക മാസം. മൃതി ക്രോഡരോഗാദിജ ഭവനീയ, ഉദരരോഗം വയറുവേദന കൊണ്ട് പഴയകാലത്ത് ശൂലരോഗമാണ്, മരണം പോലും പറയണമെന്നാണ്. അതിനാൽ ആരോഗ്യ വിഷയത്തിൽ വയറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കണം. 2-ാം ഭാവാധിപനാണ്, 5-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ ബുദ്ധിമുട്ടേണ്ട, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന് നാം ഈ ഒരു ഘട്ടത്തിലാണ് പറയുക. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്ക് നല്ല ഒരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.